പ്രൈസ് ദി ലോർഡ്. ലോഗോസ് ക്വിസ് 2025 മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിൻ്റെ 15ാമത്തെ വീഡിയോയിൽ POC നൽകിയിട്ടുള്ള 400 ചോദ്യങ്ങളിൽ 88 മുതൽ 140 വരെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. POCയുടെയും മോക്ക് ടെസ്റ്റിൻ്റെയും ചോദ്യോത്തരങ്ങളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 88. ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത്? എ. ദൈവഭയമില്ലാത്തവരുടെ പിൻതലമുറ, ബി. അസന്മാർഗിയുടെ പിൻതലമുറ, സി. പാപികളുടെ പിൻതലമുറ, ഡി. അവിശ്വാസിയുടെ പിൻതലമുറ. ഉത്തരം സി. പാപികളുടെ പിൻതലമുറ. ചോദ്യം 89. എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത്? എ. ദുഷ്ടനായ പിതാവിനെ, ബി. ദൈവഭയമില്ലാത്ത പിതാവിനെ, സി. മനസാക്ഷിയില്ലാത്ത പിതാവിനെ, ഡി. സഹിഷ്ണുതയില്ലാത്ത പിതാവിനെ. ഉത്തരം ബി. ദൈവഭയമില്ലാത്ത പിതാവിനെ. ചോദ്യം 90. എങ്ങനെയുള്ള പിതാവ് നിമിത്തമാണ് മക്കൾ നിന്ദയനുഭവിക്കുന്നത്? എ. ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം, ബി. മദ്യപാനിയായ പിതാവ് നിമിത്തം, സി. ദുർനടപ്പുകാരനായ പിതാവ് നിമിത്തം, ഡി. അധർമ്മിയായ പിതാവ് നിമിത്തം. ഉത്തരം എ. ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം. ചോദ്യം 91. ആർക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ 41:8 കാണുന്നത്? എ. അത്യുന്നത കർത്താവിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്, ബി. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭക്തിയില്ലാത്ത ജനത്തിന്, സി. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്ത ദൈവഭയമില്ലാത്ത ജനത്തിന്, ഡി. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്. ഉത്തരം ഡി. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്. ചോദ്യം 92. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. ഈ പരാമർശം ആരെക്കുറിച്ചാണ്? എ. അത്യുന്നത ദൈവത്തിൻ്റെ നിയമങ്ങൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച്, ബി. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച്, സി. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച്, ഡി. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭക്തിയില്ലാത്ത ജനത്തെക്കുറിച്ച്. ഉത്തരം സി. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച്. ചോദ്യം 93. പൂരിപ്പിക്കുക. ഡാഷ് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. എ. മണ്ണിൽ നിന്ന്, ബി. അമ്മയുടെ ഉദരത്തിൽ നിന്ന്, സി. പൊടിയിൽ നിന്ന്, ഡി. ഭൂമിയിൽ നിന്ന്. ഉത്തരം സി. പൊടിയിൽ നിന്ന്. ചോദ്യം 94. ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത്? എ. ദൈവഭക്തിയില്ലാത്തവർ, ബി. ദൈവഭയമില്ലാത്തവൻ, സി. ശപിക്കപ്പെട്ടവർ, ഡി. നിയമമനുസരിക്കാത്തവൻ. ഉത്തരം ബി. ദൈവഭയമില്ലാത്തവൻ. ചോദ്യം 95. പൂരിപ്പിക്കുക. ഡാഷ് മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ ഡാഷ് പേര് പോലും മാഞ്ഞു പോകും. എ. ശരീരനാശത്തെ പ്രതി പാപികളുടെ, ബി. നഷ്ടങ്ങളെ പ്രതി അവയുടെ, സി. മരിച്ചവനെ പ്രതി പിന്നീട് അവൻ്റെ, ഡി. കഷ്ടതയുടെ കാലത്ത് പിന്നീട് അവയുടെ. ഉത്തരം എ. ശരീരനാശത്തെ പ്രതി പാപികളുടെ. ചോദ്യം 96. എന്തിൽ ശ്രദ്ധാലുവായിരിക്കാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്? എ. ദൈവഭക്തിയിൽ, ബി. സൽകീർത്തിയിൽ, സി. നന്മ ചെയ്യുന്നതിൽ, ഡി. ദൈവഹിതം നിറവേറ്റുന്നതിൽ. ഉത്തരം ബി. സൽകീർത്തിയിൽ. ചോദ്യം 97. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത്? എ. സൽപ്പേര്, ബി. സൽകീർത്തി, സി. എളിമയുള്ള ഹൃദയം, ഡി. നന്മ പ്രവൃത്തികൾ. ഉത്തരം ബി. സൽകീർത്തി. ചോദ്യം 98. പൂരിപ്പിക്കുക. നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ ഡാഷ് ശാശ്വതവും. എ. സൽപ്രവൃത്തികൾ, ബി. വിശ്വസ്തത, സി. ഹൃദയവിശുദ്ധി, ഡി. സൽകീർത്തി. ഉത്തരം ഡി. സൽകീർത്തി. ചോദ്യം 99. പൂരിപ്പിക്കുക. കുഞ്ഞുങ്ങളെ ഡാഷ് സമാധാനത്തിൽ വർദ്ധിക്കുവിൻ. എ. പ്രമാണങ്ങൾ പാലിച്ച്, ബി. മാതാപിതാക്കളെ അനുസരിച്ച്, സി. ഉപദേശങ്ങൾ പാലിച്ച്, ഡി. ദൈവഭയത്തിൽ ചരിച്ചുകൊണ്ട്. ഉത്തരം സി. ഉപദേശങ്ങൾ പാലിച്ച്. ചോദ്യം 100. നിഷ്പ്രയോജനമായത് ഏതെല്ലാം? എ. നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും, ബി. അഹങ്കാരവും ധനമോഹവും, സി. ദിവാസ്വപ്നങ്ങളും അന്യൻ്റെ സമ്പത്തും, ഡി. വിഡ്ഢിയുമായി കലഹിക്കുന്നതും ജ്ഞാനിയുമായി വാഗ്വാദം നടത്തുന്നതും. ഉത്തരം എ. നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും. ചോദ്യം 101. ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം? എ. മിതഭാഷണം നടത്തുന്നവൻ, ബി. അജ്ഞത മറച്ചു വയ്ക്കുന്നവൻ, സി. കുറവുകൾ മറച്ചു വയ്ക്കുന്നവൻ, ഡി. വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ. ഉത്തരം ഡി. വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ.
ചോദ്യം 102. ആരുടെ മുമ്പിൽ അസാൻമാർഗിയായിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? എ. പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ, ബി. ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ, സി. പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ, ഡി. സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ. ഉത്തരം എ. പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ. ചോദ്യം 103. ആരുടെ മുമ്പിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? എ. പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ, ബി. ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ, സി. പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ, ഡി. സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ. സി. പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ. ചോദ്യം 104. ആരുടെ മുമ്പിൽ തെറ്റ് ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? എ. പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ, ബി. ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ, സി. പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ, ഡി. സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ. ഉത്തരം ബി. ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ. ചോദ്യം 105. ആരുടെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? എ. ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ, ബി. പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ, സി. സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ, ഡി. ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ. ഉത്തരം ഡി. ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ. ചോദ്യം 106. ആരുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? എ. പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ, ബി. ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ, സി. പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ, ഡി. സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ. ഉത്തരം ഡി. സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ. ചോദ്യം 107. പ്രഭാഷകൻ 41:19 പ്രകാരം ലജ്ജാകരമായത് എന്ത്? എ. സ്വന്തം പിതാവിന് കടം കൊടുക്കുക, ബി. അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കുക, സി. സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുക, ഡി. സുഹൃത്തിനെ ആവശ്യത്തിൽ സഹായിക്കാതിരിക്കുക. ഉത്തരം സി. സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുക. ചോദ്യം 108. എൻ്റെ മുമ്പിൽ ലജ്ജാവിരുദ്ധനാകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. എന്തിൻ്റെ മുമ്പിൽ ലജ്ജാവിരുദ്ധനാകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ. ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ, ബി. അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിൽ, സി. ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കുന്നതിൽ, ഡി. ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിൽ. ഉത്തരം എ. ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. എന്താണ് മധ്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ്? എ. അന്ത്യവിധി, ബി. നിത്യജീവൻ, സി. മരണവിധി, ഡി. ജീവനും മരണവും. ഉത്തരം സി. മരണവിധി. ചോദ്യം 109. വചനം വഴി നിർവഹിക്കപ്പെടുന്നതെന്ത്? എ. പുതിയ ഒരു സൃഷ്ടിയായിത്തീരുന്നു, ബി. കർത്താവിൻ്റെ പ്രവൃത്തികൾ, സി. സൃഷ്ടികർമ്മം നടക്കുന്നു, ഡി. ഹൃദയഗതങ്ങൾ പരിശോധിക്കപ്പെടുന്നു. ഉത്തരം ബി. കർത്താവിൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 110. തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നതെന്ത്? എ. നക്ഷത്രശോഭ, ബി. സൂര്യൻ, സി. ചന്ദ്രപ്രഭ, ഡി. ദൈവത്തിൻ്റെ വചനം. ഉത്തരം ബി. സൂര്യൻ. ചോദ്യം 111. എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നതെന്ത്? എ. ദൈവമഹത്വം, ബി. ദൈവചൈതന്യം, സി. സർവശക്തനായ ദൈവം, ഡി. കർത്താവിൻ്റെ മഹത്വം. ഉത്തരം ഡി. കർത്താവിൻ്റെ മഹത്വം. ചോദ്യം 112. കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണീയമായത് എന്ത്? എ. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ, ബി. ആകാശഗോളങ്ങളുടെ ചലനം, സി. സൃഷ്ടിയുടെ പൂർണ്ണത, ഡി. കർത്താവിൻ്റെ മഹത്വം. ഉത്തരം എ. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ. ചോദ്യം 113. എന്തിനു വേണ്ടിയാണ് സർവശക്തനായ കർത്താവ് വിസ്മയനീയമായ പ്രവൃത്തികൾ സ്ഥാപിച്ചത്? എ. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വം നിലനിർത്താൻ വേണ്ടി, ബി. തൻ്റെ മഹത്വം പ്രപഞ്ചം മുഴുവൻ നിറയുവാൻ വേണ്ടി, സി. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി, ഡി. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കാൻ വേണ്ടി. ഉത്തരം സി. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി. ചോദ്യം 114. കർത്താവ് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നതെന്ത്? എ. മറഞ്ഞിരിക്കുന്നതെല്ലാം, ബി. കർത്താവിന് അറിയേണ്ടതെല്ലാം, സി. സൃഷ്ടിയുടെ വിസ്മയങ്ങൾ, ഡി. അവയുടെ നിഗൂഢതകൾ. ഉത്തരം ഡി. അവയുടെ നിഗൂഢതകൾ. ചോദ്യം 115. കർത്താവ് നിരീക്ഷിക്കുന്നതെന്ത്? എ. കാലത്തിൻ്റെ അടയാളങ്ങൾ, ബി. കാലത്തിൻ്റെ സൂചനകൾ, സി. മനുഷ്യഹൃദയങ്ങൾ, ഡി. സൃഷ്ടിയുടെ പ്രതികരണങ്ങൾ. ഉത്തരം ബി. കാലത്തിൻ്റെ സൂചനകൾ. ചോദ്യം 116. കർത്താവ് പ്രഖ്യാപിക്കുന്നത് എന്ത്? എ. ആരംഭവും അവസാനവും, ബി. സ്നേഹവും മഹത്വവും, സി. ഭൂതവും ഭാവിയും, ഡി. അനാദി മുതൽ അനന്തത വരെ. ഉത്തരം സി. ഭൂതവും ഭാവിയും. ചോദ്യം 117.
എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്? എ. നിഗൂഢ രഹസ്യങ്ങൾ, ബി. മറഞ്ഞിരിക്കുന്നവ, സി. സൃഷ്ടിയിലൂടെ തൻ്റെ മഹത്വം, ഡി. വചനത്തിൻ്റെ ശക്തി. ഉത്തരം എ. നിഗൂഢ രഹസ്യങ്ങൾ. ചോദ്യം 118 പൂരിപ്പിക്കുക. ഡാഷ് അവിടുത്തേക്ക് അജ്ഞാതമല്ല, ഡാഷ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. എ. ഒരു വാക്കും ഒരു ചിന്തയും, ബി. ഒരു ചിന്തയും ഒരു വാക്കും, സി. ഒരു രഹസ്യവും ഒരു സൃഷ്ടിയും, ഡി. ഒരു നിഗൂഢതയും ഒരു വാക്കും. ഉത്തരം ബി. ഒരു ചിന്തയും ഒരു വാക്കും. ചോദ്യം 119 കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത്? എ. അവിടുത്തെ സൃഷ്ടിയുടെ മഹിമകൾ, ബി. അവിടുത്തെ രഹസ്യത്തിൻ്റെ മഹിമകൾ, സി. അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ, ഡി. പ്രപഞ്ച ചലനത്തിൻ്റെ താളക്രമം. ഉത്തരം സി. അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ. ചോദ്യം 120 അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് ആര്? എ. കർത്താവ്, ബി. സൃഷ്ടാവ്, സി. ദൈവം, ഡി. സർവശക്തൻ. ഉത്തരം എ. കർത്താവ്. ചോദ്യം 121 പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്? എ. ജ്ഞാനം, ബി. മഹത്വം, സി. സൃഷ്ടികൾ, ഡി. പ്രവൃത്തികൾ. ഉത്തരം ഡി. പ്രവൃത്തികൾ. ചോദ്യം 122 പൂരിപ്പിക്കുക. അവയെല്ലാം എന്നേക്കും ഡാഷ് നിലനിൽക്കുകയും ചെയ്യുന്നു, സ്വധർമ്മത്തോട് ഡാഷ് പുലർത്തുന്നു. എ. ജീവിക്കുകയും സ്നേഹം, ബി. ജീവിക്കുകയും വിശ്വസ്തത, സി. സാക്ഷ്യപ്പെടുത്തുകയും സ്നേഹം, ഡി. പ്രവർത്തിക്കുകയും കാരുണ്യം. ഉത്തരം ബി. ജീവിക്കുകയും വിശ്വസ്തത. ചോദ്യം 123 പൂരിപ്പിക്കുക. എല്ലാ വസ്തുക്കളും ഡാഷ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഒന്നും അപൂർണമല്ല. എ. ജോഡികളായി സ്നേഹത്തിൽ, ബി. ദ്വന്ദ്ങ്ങളായി ജോഡികളായി, സി. ജോഡികളായി ദ്വന്ദ്ങ്ങളായി, ഡി. ജോഡികളായി ഇണകളായി. ഉത്തരം സി. ജോഡികളായി ദ്വന്ദ്ങ്ങളായി. ചോദ്യം 124 പൂരിപ്പിക്കുക. ഒന്ന് മറ്റൊന്നിന് ഡാഷ്, അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതിവരുമോ? എ. പൂർണ്ണതയാണ് മഹത്വം, ബി. ദ്വന്ദ്മാണ് മഹത്വം, സി. ജോഡിയാണ് മഹത്വം, ഡി. പൂരകമാണ് മഹത്വം. ഉത്തരം ഡി. പൂരകമാണ് മഹത്വം. ചോദ്യം 125 പ്രഭാഷകൻ 42:9 സമാനമായ ബൈബിൾ ഭാഗം ഏത്? എ. നിയമാവർത്തനം 23:1, ബി. നിയമാവർത്തനം 24:2, സി. നിയമാവർത്തനം 22:1, ഡി. നിയമാവർത്തനം 24:1. ഉത്തരം ഡി. നിയമാവർത്തനം 24:1. ചോദ്യം 126 പ്രഭാഷകൻ 42:18 സമാനമായ സുഭാഷിതമേത്? എ. സുഭാഷിതങ്ങൾ 13:11, ബി. സുഭാഷിതങ്ങൾ 14:11, സി. സുഭാഷിതങ്ങൾ 15:11, ഡി. സുഭാഷിതങ്ങൾ 16:11. ഉത്തരം സി. സുഭാഷിതങ്ങൾ 15:11. ചോദ്യം 127 പ്രഭാഷകൻ 42:20 സമാനമായ സങ്കീർത്തന ഭാഗമേത്? എ. സങ്കീർത്തനങ്ങൾ 139:1-4, ബി. സങ്കീർത്തനങ്ങൾ 139:11-14, സി. സങ്കീർത്തനങ്ങൾ 140:1-4, ഡി. സങ്കീർത്തനങ്ങൾ 138:1-4. ഉത്തരം എ. സങ്കീർത്തനങ്ങൾ 139:1-4 വരെ വാക്യങ്ങൾ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. സ്വയം അറിയാതെ പിതാവിനെ ജാഗരൂകരാക്കുന്നത് ആര്? എ. മകൻ, ബി. മകൾ, സി. മക്കളുടെ ഭാവി, ഡി. കുടുംബം. ഉത്തരം ബി. മകൾ. ചോദ്യം 128 ചൂടുകൊണ്ട് ദഹിക്കുന്നതെന്ത്? എ. കൃഷിസ്ഥലങ്ങൾ, ബി. വനങ്ങൾ, ബി. സി. മരുഭൂമി, ഡി. പർവ്വതങ്ങൾ. ഉത്തരം ഡി. പർവ്വതങ്ങൾ. ചോദ്യം 129 ചൂടുകൊണ്ട് വരളുന്നതെന്ത്? എ. കൃഷിഭൂമി, ബി. അരുവികൾ, സി. മരുഭൂമി, ഡി. തടാകങ്ങൾ. ഉത്തരം സി. മരുഭൂമി. ചോദ്യം 130 അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നതെന്ത്? എ. സസ്യങ്ങൾ, ബി. വനങ്ങൾ, സി. കൃഷിക്കാർ, ഡി. മൃഗങ്ങൾ. ഉത്തരം എ. സസ്യങ്ങൾ. ചോദ്യം 131 എല്ലാറ്റിൻ്റെയും അതിവേഗം സുഖപ്പെടുന്നത് എന്ത്? എ. ദൈവത്തിൻ്റെ വചനം, ബി. മൂടൽമഞ്ഞ്, സി. കുളിർക്കാറ്റ്, ഡി. സ്നേഹം. ഉത്തരം ബി. മൂടൽമഞ്ഞ്. ചോദ്യം 132 മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? എ. ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു, ബി. കർഷകൻ ആനന്ദിക്കുന്നു, സി. മനസ്സ് ശാന്തമാകുന്നു, ഡി. ശരീരത്തിന് ഉന്മേഷം ലഭിക്കുന്നു. ഉത്തരം എ. ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. ചോദ്യം 133
പ്രഭാഷകൻ 43:23 അത്യുന്നതൻ്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? എ അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ സ്ഥാപിച്ചത്. ബി അഗാധഗർത്തത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത്. സി അത്യഗാധത്തെ ഉയർത്തിക്കൊണ്ട് അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത്. ഡി അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത്. ഉത്തരം ഡി അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത്. ചോദ്യം 134. സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാര്? എ സമുദ്ര പര്യവേഷകർ, ബി കപ്പിത്താന്മാർ, സി സമുദ്രസഞ്ചാരികൾ, ഡി മുക്കുവന്മാർ. ഉത്തരം സി സമുദ്രസഞ്ചാരികൾ. ചോദ്യം 135 പൂരിപ്പിക്കുക. അസാധാരണവും ഡാഷ് സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ ഡാഷ് അതിലുണ്ട്. എ അത്ഭുതകരവുമായ ജലസത്വങ്ങളും, ബി അത്ഭുതകരവുമായ സമുദ്രസത്വങ്ങളും, സി ഭീകരവുമായ ജലസത്വങ്ങളും, ഡി ഭീതിജനകവുമായ ഭീകരജീവികളും. ഉത്തരം ബി അത്ഭുതകരവുമായ സമുദ്രസത്വങ്ങളും. ചോദ്യം 136 അത്യുന്നതൻ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ? എ സ്വന്തം ശക്തിയാൽ, ബി വചനത്തിൻ്റെ ശക്തിയാൽ, സി സ്വന്തം മഹത്വം കൊണ്ട്, ഡി അപരിമേയമായ കൃപ കൊണ്ട്. ഉത്തരം എ സ്വന്തം ശക്തിയാൽ. ചോദ്യം 137 എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നതെങ്ങനെ? എ സ്വന്തം ശക്തിയാൽ, ബി അവിടുത്തെ വചനത്താൽ, സി സ്വന്തം മഹത്വം കൊണ്ട്, ഡി അപരിമേയമായ കൃപ കൊണ്ട്. ഉത്തരം ബി അവിടുത്തെ വചനത്താൽ. ചോദ്യം 138 എല്ലാറ്റിൻ്റെയും സാരം എന്താണ്? എ എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവവും. ബി എല്ലാത്തിൻ്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവശക്തൻ. സി എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, എല്ലാം സൃഷ്ടിച്ചത് അവിടുന്നാണ്. ഡി എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, സർവമഹത്വവും അവിടുത്തേക്ക്. ഉത്തരം സി എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, എല്ലാം സൃഷ്ടിച്ചത് അവിടുന്നാണ്. ചോദ്യം 139 പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ ഡാഷ് അവിടുന്ന് ഉന്നതമാണ്. എ പ്രകീർത്തിക്കാൻ സൃഷ്ടികളെയും കാൾ, ബി സ്തുതിക്കാൻ സൃഷ്ടികളെയും കാൾ, സി ആരാധിക്കാൻ സൃഷ്ടികളെയും കാൾ, ഡി മഹത്വപ്പെടുത്താൻ സൃഷ്ടികളെയും കാൾ. ഉത്തരം എ പ്രകീർത്തിക്കാൻ സൃഷ്ടികളെയും കാൾ. ചോദ്യം 140 ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര്? എ അവിടുത്തെ മഹത്വം, ബി സ്രഷ്ടാവ്, സി അത്യുന്നതൻ, ഡി കർത്താവ്. ഉത്തരം ഡി കർത്താവ്. ഈ സെറ്റിലെ അവസാന ചോദ്യം എക്സ്ട്രാ ക്വസ്റ്റ്യൻ. ചന്ദ്രനെ നോക്കി നിർണ്ണയിക്കുന്നത് എന്ത്? എ വിശേഷ ദിവസങ്ങൾ, ബി സമുദ്രസഞ്ചാരിയുടെ ദിശ, സി ഉത്സവ ദിനങ്ങൾ, ഡി ഋതുഭേദങ്ങൾ. ഉത്തരം ഡി ഉത്സവ ദിനങ്ങൾ. തുടർന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കിട്ടിയ മാർക്ക് വെച്ച് ഒരു സ്വയം വിലയിരുത്തൽ നടത്താവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.